അയർലൻഡിലെ കോർക്ക് ആൻഡ് റോസ് രൂപതയിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിച്ചതിന്റെ 100-ാം വാർഷികം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന അപൂർവ നിമിഷമായിരിക്കുമെന്ന് ബിഷപ്പ് ഫ്ലിന്റൺ ഗാവിൻ. കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ദിനമായ ജൂൺ 7-നാണ് നഗരത്തിലെ പ്രഥമ വിശുദ്ധ കുർബാന പ്രദക്ഷിണത്തിന്റെ ഈ ശതാബ്ദി ആഘോഷിക്കുന്നത്. ആഘോഷങ്ങളുടെ കേന്ദ്രബിന്ദുവായ ഭക്തിനിർഭരമായ പ്രദക്ഷിണം സെന്റ് മേരീസ് ആൻഡ് സെന്റ് ആൻ കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളുടെ പങ്കാളിത്തത്തോടെ കോർക്ക് സിറ്റി സെന്ററിലെ ഗ്രാൻഡ് പരേഡിൽ സമാപന ആശീർവാദത്തോടെ പര്യവസാനിക്കും. അയർലൻഡ് ആഭ്യന്തര യുദ്ധത്തിന്റെ പ്രധാന പോരാട്ട ഭൂമിയായിരുന്ന കോർക്കിലെ കടുത്ത ഭിന്നതകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് 1926-ൽ ആദ്യ പ്രദക്ഷിണം നടത്തിയത്. അന്ന് 40,000-ഓളം ആളുകൾ പങ്കെടുത്ത ഈ ശുശ്രൂഷ വർഷങ്ങളോളം രാജ്യത്തെ ഏറ്റവും വലിയ പ്രദക്ഷിണമായിരുന്നു. കാലം മാറിയെങ്കിലും ലോകത്തിൽ ഐക്യത്തിനും സമാധാനത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം ഒരുമിച്ച് നടക്കുക എന്നതാണ് ഈ വർഷത്തെ ശതാബ്ദി പ്രദക്ഷിണത്തിന്റെ പ്രമേയം. സമീപ വർഷങ്ങളിൽ സീറോ മലബാർ, സീറോ മലങ്കര, ബ്രസീലിയൻ, ആഫ്രിക്കൻ, പോളിഷ്, ഫിലിപ്പിനോ, ക്രൊയേഷ്യൻ, ഉക്രൈനിയൻ തുടങ്ങിയ വിവിധ അന്താരാഷ്ട്ര സഭാ സമൂഹങ്ങൾ ഇതിൽ പങ്കുചേരുന്നതിലൂടെ ഈ പ്രദക്ഷിണം വിശുദ്ധ കുർബാനയിലുള്ള ഐക്യത്തിന്റെ ശക്തമായ ആവിഷ്കാരമായി മാറിയിരിക്കുന്നു. ജൂൺ 7-ലെ പ്രധാന പ്രദക്ഷിണത്തിന് മുന്നോടിയായി വിപുലമായ ആത്മീയ ഒരുക്കങ്ങളാണ് രൂപതയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രധാന സവിശേഷതയായി ജൂൺ 3 മുതൽ ജൂൺ 7 വരെ 100 മണിക്കൂർ തുടർച്ചയായ അഖണ്ഡ ദിവ്യകാരുണ്യ ആരാധന നടക്കും. കൂടാതെ രൂപതയിലെ യുവാക്കളുടെയും കാത്തലിക് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മിഷണറിമാരുടെയും നേതൃത്വത്തിൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രത്യേക രൂപതാ മിഷനും ഇതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യ മില്ലേനിയൽ വിശുദ്ധനായ കാർലോ അക്യൂട്ടിസിന്റെ തിരുശേഷിപ്പ് ജൂൺ മാസത്തിൽ രൂപതയിൽ എത്തിക്കുന്നത് ആഘോഷങ്ങൾക്ക് ഏറെ മാറ്റുകൂട്ടും. വിശുദ്ധ കുർബാനയോടുള്ള വിശ്വാസവും ഭക്തിയും നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ ശതാബ്ദി ആഘോഷം കോർക്ക് നഗരത്തിന് മാത്രമല്ല അയർലാൻഡിന് മുഴുവനും ഒരു പുതിയ ആത്മീയ ഉണർവ് സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.